നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൾ അവളുടെ സുഹൃത്തിന് അയച്ച സന്ദേശം, ആ സന്ദേശത്തിലൂടെയാണ് കണ്ണൂരിലെ യുവതിയുടെ ആത്മഹത്യ വെറുമൊരു ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തന്റെ സുഹൃത്തിന്റെ ഒരു മെസ്സേജ് ഫോണിലേക്ക് വരുന്നു. ആ മെസ്സേജിൽ പറയുന്നത് തനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടെന്നാണ്, ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നാണ്, കുറ്റം മാത്രം കേട്ട് നിൽക്കാൻ എനിക്കിനി പറ്റില്ല. തന്നെ നിനക്കറിയാമല്ലോ എന്ന് ആ പെൺകുട്ടിയോട് സുഹൃത്ത് ചോദിക്കുന്നു. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നീ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എന്താണ് സംഭവിച്ചതെന്ന് നല്ലവനായിട്ടുള്ള അഭിനയിക്കുന്ന അവനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. എന്നെ ഇല്ലാണ്ടാക്കി അവൻ സുഖിക്കണ്ട. അവൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ മോശക്കാരിയാക്കി മാറ്റുമെന്നെ. നീ അങ്ങനെ ചെയ്യാൻ വിടരുത്. നീ എന്ത് ചെയ്തായാലും ഉമ്മയോടും ഉപ്പയോടും ഈ കാര്യങ്ങൾ തുറന്നു പറയണം. എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ പോലും സാഹചര്യങ്ങൾ എന്നെ അതിന് നിർബന്ധിക്കുകയാണെന്നാണ് ഒരു സുഹൃത്തിന്റെ മെസ്സേജ്. കണ്ണൂർ പൊയ്ത്തുംകടവ് സ്വദേശി ഫാത്തിമത്തുൽ റിസയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിസ ജീവനൊടുക്കിയതിന് കാരണം ആ ഭർത്താവിന്റെ പീഡനങ്ങൾ കാരണമാണ് എന്നും ഭർത്താവ് ആസിഫിന്റെ പീഡനവും അത് മുഖാന്തരമുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് അവളുടെ മരണത്തിന് കാരണമെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതോടെയാണ് ഭാര്യയോട് ആസിഫിന് ഇത്ര ദേഷ്യം വന്നത് എന്നുള്ളതാണ് സൂചനകൾ. മകളെ ആസിഫ് നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നും അതിൽ മനംനൊന്താണ് തന്റെ മകൾ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നു. റിസയുടെ മരണത്തിന് പിന്നാലെ കണ്ണൂർ കുടിക്കിമൊട്ട സ്വദേശിയായ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു എന്നാണ് സൂചനകൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിസയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനുവരി 8-ന് റിസയും ആസിഫും തമ്മിലുള്ള വിവാഹം കഴിയുന്നു. ഒരു മാസം കഴിഞ്ഞ അന്ന് മുതൽ മർദ്ദനങ്ങളും ഗാർഹിക പീഡനങ്ങളും ആയിരുന്നു എന്ന് റിസയുടെ കുടുംബം ആരോപിക്കുന്നു. ഏപ്രിൽ 11-ന് റിസ വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് ഭർത്താവിനരികിലേക്ക് പോകുന്നു. അവിടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് MDMA ഉപയോഗിക്കുന്നത് എതിർത്തതിന്റെ വിരോധമാണ് പിന്നീട് അവളോട് കാണിച്ചതെന്നും അതേ തുടർന്ന് അവളെ നിരന്തരമായിട്ട് ഇയാൾ മർദ്ദിക്കുന്നുവെന്നും കുടുംബം ആരോപിച്ചു. മാർച്ചിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നും ഇക്കാര്യം ഭർത്താവിന്റെ വീട്ടുകാർ തങ്ങളെ അറിയിച്ചു പോലുമില്ല എന്നും റസയുടെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നു. അവരുടെ ഒത്താശയോടുകൂടിയാണ് സംഭവം നടക്കുന്നതെന്നാണ് ഇതിന്റെ ഒരു അടിസ്ഥാനമെന്നും കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിസ തന്റെ ജീവൻ അവസാനിപ്പിക്കുന്നത്. പ്രതി ആസിഫ് മരണം നടന്ന ദിവസം നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം തിരികെ ദുബായിലേക്ക് തന്നെ പോകുകയും ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആസിഫിനെ പ്രതി ചേർത്ത് വളപട്ടണം പോലീസ് കേസെടുത്തിട്ടുണ്ട് എങ്കിലും പ്രതി ഇപ്പോൾ മറ്റൊരു നാട്ടിലാണ്. വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് തുടങ്ങുന്നതാണ് മരണത്തിന് തൊട്ടു മുൻപ് അവളുടെ സുഹൃത്തിന് അയച്ച മെസ്സേജ്. ആ മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്, ആരും എൻ്റെ കൂടെ നിൽക്കുന്നുമില്ല, കുറ്റം മാത്രം കേട്ടിട്ട് എനിക്ക് നിൽക്കാനാകില്ല. അവൻ എന്ത് ചെയ്താലും അതിന്റെ കുറ്റമൊക്കെ തനിക്ക്. നിനക്ക് അറിയില്ലേ എന്നെ? ഞാനെല്ലാം പറഞ്ഞതല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഉപ്പയോടെല്ലാം വ്യക്തമാക്കി പറയണം. അവൻ നല്ലവനായി ജീവിക്കരുത്. എന്നെ ഇല്ലാണ്ടാക്കി അവൻ സുഖിക്കേണ്ട. അവൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ എന്നെ മോശമാക്കിയേക്കും. നീ അങ്ങനെ അവനെ ചെയ്യാൻ വിടരുത്. നീ എന്തായാലും ഉപ്പയോട് ഈ കാര്യങ്ങൾ പറയണം. എനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനൊന്ന് ചെയ്യാനെങ്കിലും എനിക്ക് ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിലും ഇതേ മാർഗമുള്ളൂ. എൻ്റെ ഉപ്പയും ഉമ്മയും കരയുമെന്നറിയാം. അവർ സന്തോഷമായിരിക്കാനാണ് ആഗ്രഹം. അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഉരുകിത്തീരാൻ തനിക്ക് കഴിയില്ല. എല്ലാം പറയണേ, കല്യാണം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ പറയണേ, നിനക്കാണ് എല്ലാം അറിയാകുന്നത് എന്നതായിരുന്നു റിസ തന്റെ കൂട്ടുകാരിക്ക് അയച്ച മെസ്സേജ്. അതൊരു മെസ്സേജ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതൊരു മരണക്കുറിപ്പ് തന്നെയായിരുന്നു.